ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റിന്റെ ദേശീയ സംഗീത വിഭാഗമായ ഹാർട്ട് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന സ്തുതിഗീതങ്ങൾ എന്ന ഈ ക്രിസ്തീയ ഗാനോപഹാരം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വർഗീയ സന്തോഷം വിതറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. ഓളങ്ങളെ കൊച്ചോളങ്ങളെ ഓടിമറയും പനിനീർക്കുമിളകളെ. ഓളങ്ങളെ കൊച്ചോളങ്ങളെ ഓടിമറയും പനിനീർക്കുമിളകളെ. ഓർമ്മകൾ പുളകം സൃഷ്ടിക്കും തിരമാലകളെ. ഓർമ്മകൾ പുളകം സൃഷ്ടിക്കും തിരമാലകളെ. ഓർക്കുമോ നിൻ സൃഷ്ടാവാ യേശുവിനെ. ഓർക്കുമോ നിൻ സൃഷ്ടാവാ യേശുവിനെ. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. കാറ്റ് തെളിനീരിലി കിളി കൂട്ടുന്ന കാറ്റ്. തെന്നിളം കാറ്റ് കുളിർ വീശും കാറ്റ് തെളിനീരിലി കിളി കൂട്ടുന്ന കാറ്റ്. തേജസ്സേറും രാജനേശുവിനെ. തേജസ്സേറും രാജനേശുവിനെ. പേരായി തീർന്നിടുമോ നീ കാറ്റേ. പേരായി തീർന്നിടുമോ നീ കാറ്റേ. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. സ്തുതിഗീതങ്ങൾ പാടിയിടും സ്തുത്യനം ലോകൈകനാഥനിന്ന്. ജീവിതം ഒരു മരുഭൂമി. ഈ ജീവിതം ഒരു മരുഭൂമി. ഓടിമറയും മരീചിക ഓടിമറയും മരീചിക. മാനവരെല്ലാം അതിൻ പുറകെ. അതിനുടെ അന്ത്യം നാശം മാത്രം. ജീവിതം ഒരു മരുഭൂമി. ഈ ജീവിതം ഒരു മരുഭൂമി. ജീവിത മരുഭൂവതിൽ നസ്രയനല്ലോ നീരുറവ. ജീവിത മരുഭൂവതിൽ
നസ്രയനല്ലോ നീരുറവ, പിന്തുടരൂ നീ അവനെ. അതിനുടെ അന്ത്യം നിത്യജീവൻ, പിന്തുടരൂ നീ അവനെ. അതിനുടെ അന്ത്യം നിത്യജീവൻ, അതിനുടെ അന്ത്യം നിത്യജീവൻ. ജീവിതം ഒരു മരുഭൂമി, ഈ ജീവിതം ഒരു മരുഭൂമി. ഓടിമറയും മരീചിക, ഓടിമറയും മരീചിക. മാനവരെല്ലാം അതിൻ പുറകെ, അതിനുടെ അന്ത്യം നാശം മാത്രം. ജീവിതം ഒരു മരുഭൂമി, ഈ ജീവിതം ഒരു മരുഭൂമി. പാപത്തിനുടെ പരിഹാരം, ആശ്രിതർക്കഭയ സ്ഥാനവുമേ. പാപത്തിനുടെ പരിഹാരം, ആശ്രിതർക്കഭയ സ്ഥാനവുമേ. അവനെ ശാശ്വത ശാന്തി, ജീവിത ശക്തിയും അനുദിനവും. അവനെ ശാശ്വത ശാന്തി, ജീവിത ശക്തിയും അനുദിനവും. ജീവിത ശക്തിയും അനുദിനവും. ജീവിതം ഒരു മരുഭൂമി, ഈ ജീവിതം ഒരു മരുഭൂമി. ഓടിമറയും മരീചിക, ഓടിമറയും മരീചിക. മാനവരെല്ലാം അതിൻ പുറകെ, അതിനുടെ അന്ത്യം നാശം മാത്രം. ജീവിതം ഒരു മരുഭൂമി, ഈ ജീവിതം ഒരു മരുഭൂമി. ഈ ജീവിതം ഒരു മരുഭൂമി, ഈ ജീവിതം ഒരു മരുഭൂമി. എളിയവനേ
സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കലുഷിതമാം പാപമകറ്റിടുവാൻ കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കലുഷിതമാം പാപമകറ്റിടുവാൻ കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കാണുക ലോകത്തെ മെനഞ്ഞവൻ കണ്ടാലും ദരിദ്രനെ പോലെയെന്ന്. കാണുക ലോകത്തെ മെനഞ്ഞവൻ കണ്ടാലും ദരിദ്രനെ പോലെയെന്ന്. പാരിതിൽ ജനിപ്പാനിടമില്ലാതെ പാരിതിൽ ജനിപ്പാനിടമില്ലാതെ കാലിത്തൊഴുത്തതിൽ വന്നു പിറന്നു. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കലുഷിതമാം പാപമകറ്റിടുവാൻ കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കാരിരുമ്പാണിയിൽ നിൻ സ്ഥാനത്ത് കാൽകരമേൽപ്പിച്ചു കൊടുപ്പതിനായി. കാരിരുമ്പാണിയിൽ നിൻ സ്ഥാനത്ത് കാൽകരമേൽപ്പിച്ചു കൊടുപ്പതിനായി. കന്മഷം കലരാത്ത നാഥനിന്ന് കന്മഷം കലരാത്ത നാഥനിന്ന് കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കലുഷിതമാം പാപമകറ്റിടുവാൻ കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കലുഷിതമാം പാപമകറ്റിടുവാൻ കണ്ടാലും ബേത്ലഹേമിൽ വന്നു പിറന്നു. കാലം തികഞ്ഞപ്പോൾ സൃഷ്ടിതാവ് കന്യകമേരി തൻ നന്ദനനായി. കന്മഷ പാപത്തിൻ ഭാരവുമായി കാൽവരി കയറിയ ദേവസുതൻ കല്ലറ തൻ കവാടം തുറന്നു. കണ്ടാലും ഇന്നിതാ ഉയർത്തെഴുന്നു. രാവു കഴിഞ്ഞു പ്രഭാതമുണർന്നു രാക്കിളികളുണർന്നു പാടി. രാജ്യം ശക്തി മഹത്വമങ്ങേക്ക് രാജനമേശുവേ നീ ഉയർത്തും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
മരിച്ചവർ തന്നെ ഇടയിൽ നിന്നും മരണത്തെ വെന്നവനെന്നാഥൻ മനുജർക്കു ജീവൻ നൽകിടുവാ മന്നവനായിത ഇന്നുയർത്തു. രാവു കഴിഞ്ഞു പ്രഭാതമുണർന്നു രാക്കിളികളുണർന്നു പാടി രാജ്യം ശക്തി മഹത്വമങ്ങേക്ക് രാജനമേശുവേ നീ ഉയർത്തും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലോകരേ ആത്മീയസിപ്പിൻ മാലോകരേ ആത്മീയസിപ്പിൻ മാധുര്യഗാനങ്ങൾ ഉദ്ഘോഷിപ്പിൻ മാധുര്യഗാനങ്ങൾ ഉദ്ഘോഷിപ്പിൻ. മരണത്തിൻ വിഷമുള്ളൊടിച്ചു മന്നവനേശു ഇന്നുയർത്തു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാണാതെ വഴിയറിയാതെ ഞാൻ ഇരുളിൻ ആഴിയിൽ കിടന്നപ്പോൾ കരുണയിൻ ഭുജം നീട്ടി എന്നെ നീ കരകയറ്റി പുതുജീവൻ തന്ന മശിഹായേ. കരുണയിൻ ഭുജം നീട്ടി എന്നെ നീ കരകയറ്റി പുതുജീവൻ തന്ന മശിഹായേ. ഞാനിന്നവനുടെ സ്വന്തമായി തീർന്നു, ഞാനിന്നവനുടെ സ്വന്തമായി തീർന്നു. ഞാനവനിൽ പുതുജീവൻ കണ്ടെത്തി, ഞാനവനിൽ പുതുജീവൻ കണ്ടെത്തി. ഞാനിന്നു ധന്യന ക്രിസ്തേശുവിൽ, ഞാനിന്നു ധന്യന ക്രിസ്തേശുവിൽ.
സ്വന്തമാക്കാനവൻ ഇന്നു നിൻ ഹൃദയവാതിലിൽ മുട്ടിടുന്നു. ഇന്നു നിന്നെ സ്വന്തമാക്കാനവൻ ഇന്നു നിൻ ഹൃദയവാതിലിൽ മുട്ടിടുന്നു. ഇന്നു നീ യേശുവിനെ സ്വീകരിച്ചിടിൽ. ഇന്നു നീ യേശുവിനെ സ്വീകരിച്ചിടിൽ. ഇന്നു നിനക്കും പുതുജീവൻ കണ്ടെത്താം. ഇന്നു നിനക്കും പുതുജീവൻ കണ്ടെത്താം. പുതുജീവൻ കണ്ടെത്താം. ഞാനിന്നവനുടെ സ്വന്തമായി തീർന്നു. ഞാനിന്നവനുടെ സ്വന്തമായി തീർന്നു. ഞാനവനിൽ പുതുജീവൻ കണ്ടെത്തി. ഞാനവനിൽ പുതുജീവൻ കണ്ടെത്തി. ഞാനിന്നു ധന്യന ക്രിസ്തേശുവിൽ. ഞാനിന്നു ധന്യന ക്രിസ്തേശുവിൽ. കദനഭാരവുമായി മരക്കുരിശും തോളിലേന്തി കാൽവരി മലമുകളിൽ കയറുന്നവനാര്? കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. യേശു കർത്താവനത്രേ. വിയർപ്പിൽ മുങ്ങി വേദന തിന്നു വിറയാർന്ന തോലിൽ മരക്കുരിശായി. വിയർപ്പിൽ മുങ്ങി വേദന തിന്നു വിറയാർന്ന തോലിൽ മരക്കുരിശായി. വിണ്ണിൻ അധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പഥികർ. വിണ്ണിൻ അധിപതി വീണു പലവട്ടം വിമുഖരായി നിന്നു പഥികർ. കേണിടുന്നു കദനഭാരവുമായി മരക്കുരിശും തോളിലേന്തി കാൽവരി മലമുകളിൽ കയറുന്നവനാര്? കണ്ടാലും ലോകത്തിൻ പാപം
ചുമക്കുന്ന കർത്താവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. യേശു കർത്താവനത്രേ. കണ്ടാലാളറിയാത്ത വിധമിത നിരൂപനായി തീർന്നു അടികളാലേ. കണ്ടാലാളറിയാത്ത വിധമിത നിരൂപനായി തീർന്നു അടികളാലേ. മുൾമുടി ചൂടി ചുടുചോര ചിന്തും താൻ മുഴുലോകത്തിനും അധിപൻ. മുൾമുടി ചൂടി ചുടുചോര ചിന്തും താൻ മുഴുലോകത്തിനും അധിപൻ യേശുവല്ലോ. കദന ഭാരവുമായി മരക്കുരിശും തോളിലെന്തി കാൽവരി മലമുകളിൽ കയറുന്നവനാര്. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. കണ്ടാലും ലോകത്തിൻ പാപം ചുമക്കുന്ന കർത്താവനത്രേ. യേശു കർത്താവനത്രേ. യേശു എന്റെ മണവാളൻ എന്നെ ചേർത്തിടുവാനായി മേഘമതിൽ വന്നിടുവാൻ കാലമിതാ ആഗതമായി. മേഘമതിൽ വന്നിടുവാൻ കാലമിതാ ആഗതമായി. യേശു എന്റെ മണവാളൻ എന്നെ ചേർത്തിടുവാനായി മേഘമതിൽ വന്നിടുവാൻ കാലമിതാ ആഗതമായി. എന്റെ കണ്ണുകൾ അവനെ നേരിൽ കാണാൻ നേരമതായി. ഞാൻ അവന്റെ വരവിനായി കാത്തു കാത്തു കഴിയുന്നേ. എന്റെ കണ്ണുകൾ അവനെ നേരിൽ കാണാൻ നേരമതായി. ഞാൻ അവന്റെ വരവിനായി കാത്തു കാത്തു കഴിയുന്നേ. യേശു എന്റെ മണവാളൻ എന്നെ ചേർത്തിടുവാനായി മേഘമതിൽ വന്നിടുവാൻ കാലമിതാ ആഗതമായി. ഞാൻ അവനെ എതിരേൽക്കും, വിളികളോടെതിരേൽക്കും. ആ പൊന്മുഖമെന്നു ഞാൻ ആർത്തിയോടെ മുത്തിടുമേ. ഞാൻ അവനെ എതിരേൽക്കും, വിളി
കാലമിതാ അഗതമായി. യേശു എന്റെ മണവാളൻ എന്നെ ചേർത്തിടുവാനായി മേഘമതിൽ വന്നിടുവാൻ കാലമിതാ അഗതമായി. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്രിതർക്കാശ്വാസദായകനേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്രിതർക്കാശ്വാസദായകനേ. അവിടുത്തെ ശക്തി നൽകെനിക്ക്. ആത്മാവേ പരിശുദ്ധാത്മാവേ അവിടുത്തെ ശക്തി നൽകെനിക്ക്. ആത്മാവേ പരിശുദ്ധാത്മാവേ. നിന്നാലയമെൻ ശരീരം നിന്നിഷ്ടത്തിനായി മാത്രം. നിന്നാലയമെൻ ശരീരം നിന്നിഷ്ടത്തിനായി മാത്രം. നിത്യവും ഞാൻ സമർപ്പിക്കുന്നേ. നിത്യവും ഞാൻ സമർപ്പിക്കുന്നേ. നീ വഴി നടത്തിടുകെന്നേ. നീ വഴി നടത്തിടുകെന്നേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്രിതർക്കാശ്വാസദായകനേ. അവിടുത്തെ ശക്തി നൽകെനിക്ക്. ആത്മാവേ പരിശുദ്ധാത്മാവേ. എനിക്കായി കഷ്ടം സഹിച്ചവനായി എന്നെ വീണ്ടെടുത്തവനായി. എനിക്കായി കഷ്ടം സഹിച്ചവനായി എന്നെ വീണ്ടെടുത്തവനായി. എന്നാളും ഞാൻ ജീവിച്ചിടാൻ. എന്നാളും ഞാൻ ജീവിച്ചിടാൻ എന്നെ നീ ശക്തനാക്കിടുകേ. എന്നെ നീ ശക്തനാക്കിടുകേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്രിതർക്കാശ്വാസദായകനേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആശ്രിതർക്കാശ്വാസദായകനേ. അവിടുത്തെ ശക്തി നൽകെനിക്ക്. ആത്മാവേ പരിശുദ്ധാത്മാവേ അവിടുത്തെ ശക്തി നൽകെനിക്ക്. ആത്മാവേ പരിശുദ്ധാത്മാവേ. യുക്തിവാദിയും നിരീശ്വരവാദിയും വിദ്യാസമ്പന്നനുമായൊരു യുവാവ് തന്റെ നിരീശ്വരത്വത്തെ തെളിയിക്കുന്നതിനായി ലോകപര്യടനം നടത്തിയുണ്ടായി. വിവിധമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും മറ്റുന്നത സ്ഥാപനങ്ങളിലും
തൻ്റെ ഈശ്വരനില്ല എന്ന വാദത്തെ പുരസ്കരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തൻ്റെ വാഗ്ധോരണിയാൽ അനേകങ്ങളെ ആകർഷിപ്പാൻ ആ യുവാവിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. ഒരു ദിവസം അദ്ദേഹം തനിയെ ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അവിടെ അതാ ഒരു ചെറിയ ദേവാലയം. ആ ദേവാലയത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നതായ ഒരു മരക്കുരിശ്. അത് കണ്ട് ആ യുവാവ് ഇങ്ങനെ പറഞ്ഞു, വിഡ്ഢികളുടേതായ ഒരു ലോകം, ഈശ്വരനില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ബുദ്ധിഹീനരായ ചിലർ പടുത്തുയർത്തിയ മന്ദിരം. ഈ ദേവാലയം ഇവിടെ ആർ പണിതുയർത്തി എന്നവൻ ഉച്ചത്തിൽ ചോദിച്ചു. പരിഷ്കൃത വേഷധാരിയായ ഈ യുവാവിന് ചുറ്റും ആളുകൾ തിങ്ങിക്കൂടി. അപ്പോൾ ദീർഘകായനായ ഒരു വൃദ്ധൻ ആ ചെറുപ്പക്കാരന്റെ അടുത്ത് കടന്നു വന്ന് സൗമ്യനായി, നീ എന്താണ് ചോദിച്ചത് എന്ന് ആരാഞ്ഞു. ആ യുവാവ് പരിഹാസപൂർവ്വം വീണ്ടും ചോദിച്ചു, ഈ ദേവാലയം ഇവിടെ ആർ പണിതുയർത്തി? ഇവിടെയുള്ളവർ ദൈവവിശ്വാസികളാണോ എന്ന്. അപ്പോൾ ആ വൃദ്ധൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞങ്ങൾ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ഞങ്ങളുടെ സൃഷ്ടാവാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ കാണുന്ന കുരിശ് ക്രിസ്തുദേവനെയാണ് വിളിച്ചറിയിക്കുന്നത്. അവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്നാണ്. ആ ക്രിസ്തു ഞങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം തന്നിരിക്കുന്നു. നിനക്കും അവനെ സ്വന്തമാക്കുവാൻ കഴിയും. ഇത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പരമവിഡ്ഢികളാണ്. ദൈവമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കോ ലോകത്തിനോ എന്തെങ്കിലും നന്മയുണ്ടായോ? അപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ആ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സ്നേഹിത, ദൈവമുണ്ടെന്നും ക്രിസ്തു ജീവിതങ്ങൾക്ക് പരിവർത്തനം വരുത്തുമെന്നും നിനക്ക് തെളിയിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ കൂടെ അടുത്തുള്ള ഭവനത്തിലേക്ക് കടന്നു വരൂ. വൃദ്ധനുമൊത്ത് ആ ചെറുപ്പക്കാരൻ അല്പദൂരം നടന്നു. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവർ ചെന്നെത്തി. അല്പം ദൂരെയായി ഒരു പഴയ അടുപ്പ്, അതിന്മേൽ പഴക്കം ചെന്ന ഒരു മൺകലം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃദ്ധൻ വിശദീകരിച്ചു, അത് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തുകൊണ്ടുവരുന്ന സ്ഥലമാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് മനുഷ്യമാംസമാണ്. വെളിയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നാൽ അവരെ കൊന്ന് അവരുടെ മാംസം ഈ കലത്തിലിട്ട് വേവിച്ച് തിന്നുക പതിവായിരുന്നു. നിന്നെപ്പോലെ ഞങ്ങൾക്കും അന്ന് ഈശ്വരനിൽ വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ അന്നത്തേതായിരുന്നു എങ്കിൽ ഈ സമയത്ത് ആ കലത്തിൽ നിന്റെ മാംസവും ഭക്ഷണത്തിനായി ഒരുങ്ങുമായിരുന്നു എന്ന് നീ ഓർക്കുന്നു നന്ന്. ദൈവമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവമുള്ളവരായി തീരുമ്പോഴുള്ള മാറ്റമാണ് ഈ അവസ്ഥ എന്ന് നീ മനസ്സിലാക്കുക. ചെറുപ്പക്കാരൻ ഞെട്ടി. നിരീശ്വരവാദിയായ ചെറുപ്പക്കാരൻ ഭയന്നു വിറച്ചു. ജീവിതാനുഭവത്തിൽ കൂടി ദൈവത്തെ കണ്ടെത്തിയ ആ മനുഷ്യന്റെ അനുഭവ സാക്ഷ്യം ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വ്യതിയാനം വരുത്തി. സ്നേഹവാനാം ദൈവത്തെ അന്ന് ആ ചെറുപ്പക്കാരൻ കണ്ടുമുട്ടി. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നും യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നും വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രിയ സ്നേഹിത, ജീവിതത്തെ മാറ്റിമറിപ്പാൻ കഴിവുള്ള ക്രിസ്തുവാണ് ശത്രുക്കളെ മിത്രങ്ങളും നരഭോജികളെ നരസ്നേഹികളും അജ്ഞാനികളെ ജ്ഞാനികളുമാക്കി തീർക്കുന്ന നസറേനായ യേശു ക്രിസ്തു. അതുല്യ സ്നേഹത്തിന്റെ പ്രതീകമായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അഖിലാണ്ടത്തിന് സൃഷ്ടാവായ ആ യേശുനാഥൻ മരക്കുരിശിൽ നിങ്ങളുടെയും എന്റെയും ഭാവി സുരക്ഷിതമാക്കുവാൻ ജീവൻ അർപ്പിക്കുകയാണ്. പാപി മരിക്കണമെന്നുള്ള ദൈവിക പ്രമാണത്തിന് കോട്ടം വരാതിരിപ്പാൻ പാപികളായ നമ്മുടെ സ്ഥാനത്ത് പാപരഹിതനായ ക്രിസ്തു മരണം സഹിച്ചു. ഈ ദിവ്യ സ്നേഹത്തെപ്പറ്റി ഒരു നിമിഷം നീ ചിന്തിക്കുമോ? താങ്കൾ ഇന്നുവരെയും ക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിച്ച് നിത്യസ്നേഹത്തിന് അവകാശിയായിട്ടില്ല എങ്കിൽ പ്രാർത്ഥനയിൽ കൂടി ഇതിപ്പോൾ തന്നെ നേടുവാൻ സാധിക്കും. ആത്മാർത്ഥമായി താങ്കൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവസ്നേഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പിന്നാലെ ഇപ്രകാരം മനസ്സിൽ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. എൻ്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് അങ്ങയെ ഇപ്പോൾ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നതിനും എന്നിൽ ദിവ്യസ്നേഹം പകർന്നു തന്നതിനുമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആമേൻ. മനുജാനീ മറ
മനുജാ നീ മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ. മണ്ണിൽ സുഖ സൗകര്യങ്ങൾ മറഞ്ഞിടും ഞൊടിയിടയിൽ, മണ്ണിൽ സുഖ സൗകര്യങ്ങൾ
പ്രാണപ്രിയ നീ എന്നു വന്നിടും എനിക്കു നിന്നെ കാണാനാക്കിയാൽ എന്നെ നിന്നരികിൽ ചേർത്തിടുവാനായി എൻ ജീവനാഥ നീ എന്നു വന്നിടും എന്റെ പ്രാണപ്രിയ നീ എന്നു വന്നിടും എനിക്കു നിന്നെ കാണാനാക്കിയായി എന്നെ നിന്നരികിൽ ചേർത്തിടുവാനായി എൻ ജീവനാഥ നീ എന്നു വന്നിടും കഷ്ടമെന്നെ നീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ കഷ്ടമെന്നെ നീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ എനിക്കു എന്നതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എനിക്കു എന്നതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എനിക്കായി വീടൊരുക്കാൻ പോയവനേ എത്ര കാലം ഇനി കാത്തിടണം എൻ ചുറ്റും ശത്രുക്കൾ കൂടിയിരുന്നേ എൻ പ്രിയ വേഗം നീ വന്നിടണേ കഷ്ടമെന്നെ നീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ കഷ്ടമെന്നെ നീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ എനിക്കു വേണ്ടതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എനിക്കു വേണ്ടതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എനിക്കായി മധ്യാകാശെ വരുന്നവനേ എന്നാതി തീർത്തിടുവാൻ വരുന്നവനേ എന്നു നീ വന്നെന്നെ ചേർത്തിടും നാഥ എന്നാത്മനാഥനേശുപ്പര കഷ്ടമെന്നെ വീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ കഷ്ടമെന്നെ വീണ്ടവനേ എന്നെ കൂട്ടവകാശിയാക്കിയോനേ എനിക്കു വേണ്ടതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എനിക്കു വേണ്ടതെല്ലാം നൽകുവോനേ എന്നെ ചെത്തിടുവാൻ നീ എന്നു വന്നിടും എന്റെ പ്രാണപ്രിയ നീ എന്നു വന്നിടും എനിക്കു നിന്നെ കാണാനാർത്തിയായി എന്നെ നിന്നരികിൽ ചേർത്തിടുവാനായി എൻ ജീവനാഥ നീ എന്നു വന്നിടും എന്റെ പ്രാണപ്രിയ നീ